നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ റെസ്റ്റോറന്റിൽ പോകുന്ന ടൈം അവിടെ സോങ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ സോങ് ആണെങ്കിൽ ഇവളെ കണ്ടപാട് പറയും, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെങ്ങില്ലേ അവനാണെങ്കിൽ വേറൊരു റെസ്റ്റോറന്റിന്ന് ആ ഒരു മീറ്റില്ലേ ആ ഒരു മീറ്റ് വാങ്ങിയതിന്റെ ബില്ല് എന്റെ കൈമിൽ ഉണ്ടെന്ന് പറയേ. അതേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഹാ എനിക്കും അവനെ തന്നെയാണ് ഡൗട്ട്, ഞാനാണെങ്കിൽ ആ ഒരു പുയില്ലേ അവനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിനെന്ന് പറയും. അതായത് സെങ്ങും ആ ഒരു പുയും സംസാരിക്കുന്നത് കണ്ടിനെന്ന് പറയും. ഇത് കേൾക്കുന്ന ടൈം ഈ ഒരു സോങ്ങിനാണെങ്കിൽ ഭയങ്കര ആവേശമായിട്ട് പറയും, ഹോ നിനക്കും അതേ ഡൗട്ട് ഉണ്ടായിന, എന്നാ പിന്നെ നമുക്ക് ഈ ഒരു കാര്യം ബോസിന്റെ അടുത്ത് പറഞ്ഞാലോ എന്നും ചോദിക്കേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഹാ എനിക്ക് ഫസ്റ്റ് ആ ഒരു സെങ്ങിന്റെ അന്ന് ഡൗട്ട് വന്നത്, പക്ഷെങ്കിൽ അവനല്ല, ഇതിന്റെ പിന്നിൽ മൊത്തം ഒരാളാണ്, അയാൾ ആരാന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, ഈ ഒരു ബില്ല് കിട്ടിയ കാര്യം നീ എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബോസിനോട് പറഞ്ഞിട്ടില്ല, നീ എന്തുകൊണ്ട് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മാത്രമല്ല ഈ ഒരു ബില്ല് കറക്റ്റായിട്ട് നിന്റെ കൈമിൽ തന്നെ എങ്ങനെയാ കിട്ടിയത്, അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം നീ ആണെന്ന് പറയേ. അത്ര നേരം ഭയങ്കര ചിരിച്ച് കളിച്ചിട്ട് സംസാരിച്ചിരുന്ന നമ്മളെ സോഗിന്റെ മുഖമാണെങ്കിൽ പാടെ മാറുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ ആട്ടിൻ തോലിട്ട് ചെന്നായെന്ന് പറയില്ലേ, അതുപോലെ മാറുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ആ ഒരു സോങ് ആണെങ്കിൽ പറയും, ഓ നീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചാ, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, ഈ ഒരു കാര്യം ഇപ്പൊ നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഇനി പുറത്തുള്ള ഒരാൾ ഈ ഒരു കാര്യം അറിയാൻ പാടില്ല. ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വരാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിനെന്നറിയാം, എന്നിട്ടും ആ ഒരു ജിയാങ് ആണെങ്കിൽ എന്നെ മൈൻഡ് ആക്കുന്നില്ല, അവന്റെ കുറച്ച് അഹങ്കാരം ഞാൻ കുറച്ച് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അത് മോശമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കോനെ പോലെ പെരുമാറുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രല്ല അവനാണെങ്കിൽ ഇതുപോലെ ഓയിൽ പറഞ്ഞിട്ട് അതിന് തീ കൊടുത്തിട്ട് നമ്മളെ പെണ്ണിനെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്ന അതേ ടൈം അവളാണെങ്കിൽ അവിടെയുള്ള മുളക് പൊടി എടുത്തിട്ട് അവന്റെ കണ്ണിൽ ഒരൊറ്റ ഏറ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതിനുശേഷം അവർ തമ്മിൽ അടിയാവുന്ന അതേ ടൈമായിരിക്കും ജിയാങ് ആണെങ്കിൽ എങ്ങനെയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ജിയാങ് വന്നപാട് ഈ ഒരു ചെക്കനാണെങ്കിൽ പറയും, ഓ ഇവളെ കൊണ്ട് നീയും ഈ ഒരു കാര്യം അറിഞ്ഞ, നീ ഒരു കാര്യം അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര കാലം കാര്യങ്ങൾ ചെയ്തത്, പക്ഷെങ്കിൽ നീ അറിഞ്ഞല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടാളും ഇവിടെ ജീവിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവരെ നേരെ കത്തി അറിയാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ട്രിക്ക് എടുത്തിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കൂടെ തന്നെ നമ്മളെ ജിയാങ്ങും ഉണ്ടാവുക, അവനെയും പിടിച്ചിട്ടായിരിക്കും അവള് ഓടുന്നുണ്ടാവുക. ഇതേ ടൈം ജിയാങ്ങിന്റെ മുഖത്താണെങ്കിൽ ചിരിയായിരിക്കും ഉണ്ടാവുക. അവന് പണ്ട് ഇവനെ സംരക്ഷിക്കുന്നില്ലേ ആ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് നമ്മൾ ജിയാങ് ആണെങ്കിൽ അവളോട് പറയും, നീ ഇപ്പം മാത്രമല്ല പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയേ. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ടാവുക, എന്ത് പണ്ടാ, നമ്മൾ ഇപ്പോഴേ കാണുന്നത്, പണ്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, ഷിയാങ് ചാൻ എന്ന് വിളിക്കും, അതായത് പണ്ട് ഇവൾ അവനെ അങ്ങനെയായിരിക്കും വിളിക്കുന്നുണ്ടാവോ. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നിനക്ക് എപ്പോ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് ചോദിക്കും. അതായത് ഇവര് തമ്മിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എപ്പാ മനസ്സിലായെന്ന് ചോദിക്കൂ. അവനാണെങ്കിൽ മറുപടി പറയാണ്ട് രണ്ടാളും മുഖത്ത് നോക്കിട്ട് ഇങ്ങനെ ചിരിക്കുന്നതായിരിക്കും. എന്തിന്റെ ചിരിയാമോ, ഇങ്ങനെ എന്തിനോ വേണ്ടിട്ട് മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടാവും. ഇതേ ടൈം ഷൂ നമ്മളെ കൂയി ഉണ്ടാവില്ല, അവരാണെങ്കിൽ നമ്മളെ ലിന്നിനെയും ജിയാങ്ങിനെയും മാറി മാറി വിളിക്കുന്നതായിരിക്കും. അതേ ടൈം ഇതെല്ലാം, അതായത് നമ്മളെ സെങ്ങിന്റെ പേരിൽ ഈ ഒരു കുറ്റം മൊത്തം ഇട്ടത് നമ്മളെ ചെക്കിന്റെ ട്രിക്കാന്നെല്ലാം അറിയുന്ന ടൈം ഷൂനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടൈം കുയ്യാണെങ്കിൽ ലിന്നിന്റെ ഫോൺ കട്ടാക്കിയിട്ട് നേരെ ഈ ഒരു ഷൂവിന്റെ പിന്നാലെ തന്നെ പോയിട്ടാണെങ്കിൽ പറയും, എടി ഒരിക്കൽ നമ്പർ താടി, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല, ഒരിക്കൽ നമ്പർ താടി പ്ലീസ് 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 നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അവന്റെ ശല്യം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവളാണെങ്കിൽ കൈ നീട്ടു. അപ്പൊ അവനാണെങ്കിൽ കൈ പിടിക്കാനെന്ന് വിചാരിച്ചിട്ട് അവളെ കൈ പിടിക്കാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, എടാ മന്ന ബുദ്ധി, ആ ഒരു ഫോൺ എടുത്തിട്ട് താടാന്നെന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യും, അവളെ നമ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതേ ടൈം നമ്മളെ ചെക്കന് ഫുള്ള് ഖുഷിയായില്ലേ, അവനാണെങ്കിൽ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ ഒരു പന്നിക്കുട്ടനെ വരച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ചെക്കനാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നും തിരിയാത്തൊരവസ്ഥയിലാവും. ടൈം നമ്മളെ മുത്തശ്ശനെ നോക്കുന്നാണെങ്കിൽ മുത്തശ്ശന്റെ അടുത്ത് നമ്മളെ ചെക്കനെ നേരത്തെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞാൽ പോയില്ല, അവനാണെങ്കിൽ വരുന്നുണ്ടാവും. അവനാണെങ്കിൽ വന്നിട്ട് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ജിയാങ്, ഇപ്പൊ അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, അവൻ വേണമെങ്കിൽ നിങ്ങളെ ഫാമിലിനെ വരെ ഇങ്ങനെ ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്നുണ്ടാവും. അതേ ടൈം കസിന്റെ അച്ഛനാണെങ്കിൽ വന്നിട്ട് പറയും, നീ ഇതെന്നാ പറയുന്നത്, നമ്മളെ ഫാമിലി അത്ര തരം താഴ്ന്നതൊന്നുമല്ല, അത് മാത്രമല്ല ആ ഒരു ജിയാങ് ആണെങ്കിൽ നമ്മളെ ഫാമിലിനെ തൊടാനില്ല അത്രക്ക് ധൈര്യമൊന്നും ആയിട്ടില്ല എന്നൊന്ന് പറയുന്നുണ്ടാവും. ഇത് കേൾക്കുന്ന ടൈം പൂയി ആണെങ്കിൽ പുറത്ത്
പുറത്ത് പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ പറയും നമ്മൾ കുറച്ച് സേഫ് ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഈ ഒരു ജിയാങ് എന്ത് പറഞ്ഞാലും നമ്മളെ തലമുറയല്ലേന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും. മുത്തശ്ശനും ജിയാങ്ങിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ കസിൻ ചെക്കനും ആ ഒരു പുയ്യും ആണെങ്കിൽ പുറത്തേക്ക് പോകൂ. ഒരു രണ്ടാളും അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ഷൂ ആണെങ്കിൽ ചെത്ത് ലുക്കിൽ വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഷൂനെ കണ്ടവേട് ഈ ഒരു പൂയി ആണെങ്കിൽ പേടിക്കുന്നുണ്ടാവുമായിരിക്കും. ഷൂ ആണെങ്കിൽ ആ ഒരു പൂയിനോട് അടുത്തേക്ക് വരാൻ പറയുന്ന ടൈം ഈ ഒരു പൂയി ആണെങ്കിൽ ഇല്ലില്ല ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഉള്ളിൽ കയറുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മൾ ഷൂ ആണെങ്കിൽ അതിലൂടെ പോയിട്ട് ഡ്രൈവറെ മാറ്റിയിട്ട് ആ ഒരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഷൂനെ കാണുന്ന ടൈം തന്നെ ഈ ഒരു പൂയിക്ക് പേടിയാവുന്നുണ്ടാവുമായിരിക്കും. കസിൻ ആണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല ഈ ഒരു പൂയി ആണെങ്കിൽ പേടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണൊരു ക്രേസി ആണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. ഇതേ ടൈം നമ്മളെ കസിൻ ആണെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് ജിയാങ്ങും ഫാമിലിയും ഇവരെ വീട് വിട്ടിട്ട് ഇറങ്ങിയിട്ടില്ല, ആ ഒരു കാര്യമായിരിക്കും. അതേ ടൈം കസിൻ ആണെങ്കിൽ ആ ഒരു ദുഷ്ടൻ അച്ഛനില്ലേ അയാളോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും ഇവരെന്തിനാ ഇപ്പൊ പോകുന്നത്, മുത്തശ്ശൻ എന്താ ഇവരെ ഇഷ്ടമല്ലാതെ. അതേ ടൈം അച്ഛനാണെങ്കിൽ ഇവര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ജിയാങ്ങിന്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര വേസ്റ്റ് ആണ്, അതുകൊണ്ട് മുത്തശ്ശൻ അവനെ ഇഷ്ടമല്ലാത്തതെന്നായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ കസിൻ ഇപ്പൊ ആലോചിച്ചിട്ട് ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ നേരെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മളെ മാനേജറെ വിളിച്ചിട്ടാണെങ്കിൽ പറയും നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ, അടുത്തൊരു കത്തി തട്ടിയെടുക്കെ ആ ഒരു ജിയാങ്ങിനോട് പറയണം, അല്ലെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വെറും യൂസ്ലെസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല, പക്ഷേ വരുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഏ ടൈം ഷൂ ആണെങ്കിൽ കാർ എടുത്തിട്ട് പോകുന്നതായിരിക്കൂല. അപ്പൊ അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തുന്ന ടൈം ഈ ഒരു പൂയി ആണെങ്കിൽ പുറത്ത് ഇറങ്ങിയിട്ട് ഒരേ വോമിറ്റിംഗ് ആയിരിക്കും. ഇതേ ടൈം ഷൂ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ചിട്ടാണെങ്കിൽ പറയും ആ ഒരു പോലീസ് സ്റ്റേഷൻ നീ കണ്ട ഇനി മേലാൽ എന്തെങ്കിലും ട്രബിൾ ജിയാങ്ങിന് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അതിൻ്റെ ഉള്ളിലുണ്ടാവും, ജാമ്യം വരെ നിനക്ക് കിട്ടൂല എന്നൊന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെയും തള്ളിയിട്ടിട്ട് അവള് പോകുന്നുണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഷൂ ഒരു ക്രേസി പേഴ്സൺ ആണ്. ഇത് ഇവിടെ നടക്കുന്ന ടൈമിൽ ലിന്നും കോയിയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറന്റിന്റെ സ്ഥലം നോക്കാൻ പോകുന്നതായിരിക്കും. അവസാനം ഒരു സ്ഥലം കിട്ടുന്നുണ്ടായിരിക്കും, അവരുടെ ബഡ്ജറ്റിലെല്ലാം ഒതുങ്ങിയ ഒരു സ്ഥലമായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു പീഡന ഷെൽട്ടർ ഇതുപോലെ തുറന്നിട്ട് അകത്തിത് ഇത് ഇവിടെ കേഷർ വെക്കണം, ഇവിടെ കിച്ചൺ ആക്കണം, ഇവിടെ എൻ്റെ കുറച്ച് പ്ലേസ് വെക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും കോയിയാണെങ്കിൽ പറയുന്നുണ്ടാവുക നമ്മളെ ഷൂവിന്റെ ആ ഒരു റെസ്റ്റോറന്റിലെ ആ ഒരു റെസ്റ്റോറന്റിലേക്കാണെങ്കിൽ ഇവനൊരു റെസ്യൂം അയച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം പറയുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്ത് ആ ഒരു റെസ്റ്റോറന്റ് നിനക്ക് എന്തിനാ ഇപ്പൊ അങ്ങനത്തെ ഒരു ജോബ് എന്ന് ചോദിക്കുന്ന ടൈം ഇവനാണെങ്കിൽ പറയും അത് അവിടെ ഒരാളോട് എനിക്കൊരു പ്രണയം ഉണ്ട് എന്ന് പറയും. ഒരു നാണത്തോടെ ആയിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും ആരുടെ അത് എന്ന് പറയും ചോദിക്കേ. അതേ ടൈം കോയിക്കാണെങ്കിൽ നാണാവുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവൻ മടിച്ചോണ്ട് ഷൂവിന്റെ പേര് പറയും. അവക്കാണെങ്കിൽ ഷൂവിന്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഇവൻ അടിക്കാൻ നോക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിന് ഒരു കോള് വരുന്നുണ്ടാവുക. യങ് ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അവനാണെങ്കിൽ ഇവളോട് നീ എവിടെയാ ഉള്ളേന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ വീട്ടിലാണല്ലേന്ന് പറയാം. അപ്പൊ അവനാണെങ്കിൽ പറയും ഞാൻ നിന്റെ വീട്ടിന്റെ താഴെയുണ്ട്, വേഗം താഴോട്ടേക്ക് വാന്ന് പറയാം. നമ്മളെ പെണ്ണാണെങ്കിൽ പെട്ടില്ലേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ കുളിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്കിപ്പം വരാൻ പറ്റൂലെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ പോയില്ലേ അവനാണെങ്കിൽ അകത്തുനിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ചെക്കനാണെങ്കിൽ ചോദിക്കും അതെന്നാ സൗണ്ട് എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ബോബു ബോബു നായി നായി ഡോഗ് താഴെന്ന് കുരക്കുന്നതാണെന്ന് പറയേ. അവനെ ആ ഒരു ഫ്ലാറ്റിന്റെ താഴെ ഉള്ളത് കൊണ്ട് അവനാണെങ്കിൽ ചോദിക്കും നായിയാ ഞാൻ ഇവിടെ ഒന്നിനും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന അതേ ടൈം അവന് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും എന്തോ ഒരു ഉടായ്പ ഉണ്ടെന്ന്. അവനാണെങ്കിൽ പറയും ഞാൻ നിനക്ക് അരമണിക്കൂർ ടൈം തരാം, നീ എവിടെയാണെങ്കിൽ കൂടി നീ എൻ്റെ അടുത്തേക്ക് ഇപ്പം വന്നേ പറ്റുള്ളൂ എന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ കുയിൻ്റെ അടുത്ത് ഈ ഒരു റൂം നോക്കണമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് നമ്മളെ ചെക്കൻ്റെ ബാക്കിലോട്ട് വന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയൊരു ഭാവത്തിൽ ചിരിച്ചോട് നടന്ന് വരുന്നുണ്ടാവുമായിരിക്കും. അതിന്റെ നടത്തലം നോക്കിയ അവനാണെങ്കിൽ അന്ന് നമ്മൾ സൗവിന്റെ കൈമെന്ന് വാങ്ങിയ ഒരു മീനില്ലേ, മീനാണെങ്കിൽ ഇവളെ അച്ഛന് കൊടുക്കേണ്ടിട്ട് വന്നതായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും അച്ഛനെ തന്നെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഈ ഒരു മീനിനെ നോക്കുമെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ ഒരു നോട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളൂ എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് നിന്നോടത് പറയാണ്ട് നിന്നേന്ന് നിനക്ക് അറിയോന്നൊന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും സംടൈംസ് ആ ഒരു ടൈം ആയിരുന്നില്ലേ നമ്മളിങ്ങനെ മത്സരങ്ങളൊക്കെ വെച്ചോണ്ട് നിന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും അതൊന്നുമല്ല, നീ എന്നെ തിരിച്ചറിയുന്നത് വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണെന്ന് പറയും. അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ തിരിച്ചറിയാൻ ഇത്രക്കാരം ടൈം എടുത്തില്ലേ, ആ ഒരു കാര്യമായിരിക്കും അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക.
അങ്ങനെ ഇവനാണെങ്കിൽ ഇവളോട് പറയാണ്ടായിരിക്കും ആ ഒരു വെൽഫെയർ ഹോമിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, നീ എന്താ എന്നോട് പറയാണ്ട് ഇങ്ങനെ വെൽഫെയർ ഹോമിൽ നിന്ന് പോയെന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നീ കുറേ കാലം എന്നെ ആലോചിച്ചിട്ട് പിന്നെ എന്നെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന്, പക്ഷെ ആ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും, ഞാൻ പോയ ടൈം നിനക്ക് സങ്കടമായിരുന്നു എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ ഹാന്ന് പറഞ്ഞിട്ട് പറയും, ഹേയ് എനിക്കെന്തിനാ സങ്കടമാകുന്നത്, എനിക്കൊരു സങ്കടം ഇല്ല എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ അത് വലിയ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല, ചെറിയൊരു സങ്കടം ഉണ്ടാവുമായിരിക്കും, മനുഷ്യനല്ലേ പുള്ളേ. അവനാണെങ്കിൽ നാളെ അവളോട് ഒരു പണിയുണ്ട് എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും, എന്ത് പണിയാ, നീയാണെങ്കിൽ എന്നെ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തതല്ലേ, പിന്നെ എന്ത് പണിയാണെന്ന് ചോദിക്കേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, ആരാ നിന്നെ ഫയർ ചെയ്തതിന്, ഞാൻ നിന്നെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതല്ലേ, അതെനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കേണ്ടിയിട്ടാണെന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ എണീച്ച് നിന്നിട്ടാണെങ്കിൽ പറയും, ഓക്കെ നീ എന്നെ ഫയർ ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ എനിക്ക് ഒരു ജോബ് വേണ്ട, ഞാൻ ഇങ്ങനെ റിസൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. ഇത് കേൾക്കുന്ന ടൈം അവന് ദേഷ്യമെല്ലാം പിടിക്കുന്നുണ്ടാവും ഇവർക്ക്. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ആ ഒരു എംപ്ലോയി ഫോറം നീ വായിച്ചണോന്ന് എനിക്കറിയില്ല, ആ ഒരു ഫോറത്തിലാണെങ്കിലും 30 ദിവസമെങ്കിലും പണിയെടുത്തതിന് ശേഷം മാത്രമേ റിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിന്റെ റിസൈൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല, നാളെ തൊട്ടിട്ട് പണിക്ക് വന്നോളൂ എന്ന് പറയുന്നുണ്ടാവും. ഈ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ ആവിയലൊട്ടിട്ട് അടിക്കാൻ പണിയെടുക്കുന്നുണ്ടാവോ. അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവും, നീ എന്ന രാത്രി ഇങ്ങനെ കക്കാൻ പോയിന്, എന്നാ ഇങ്ങനെ ആ വീട്ടിട്ട് പണിയെടുക്കുന്നതെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇന്നലെ നടന്ന കാര്യം ആലോചിക്കുന്നുണ്ടാവും. അതായത് ഇവളും കോയും കൂടിയിട്ടാണെങ്കിൽ പാതിരാത്രിക്കായിരിക്കും അവള് വാങ്ങിയ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ അതിങ്ങനെ പെയിന്റ് അടിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു കാര്യം നമ്മളെ ജിയാങ്ങിനോട് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അവളാണെങ്കിൽ പറയും, ഹേ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പണിയെടുത്തോളൂ എന്ന് പറയും. അവനാണെങ്കിൽ അവള് ചീത്ത പറയുന്നുണ്ടാവും, ഒരിക്കൽ നീ ഇങ്ങനെ രാത്രി ഉറങ്ങാണ്ട് ഇപ്പൊ വന്നിട്ടാണ് ആ വീടുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവനെയും ചീത്ത പറഞ്ഞോടിതാ എക്സ്പ്രഷൻ എല്ലാം നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും അവള് പിന്നെ പണിയെടുക്കുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ഷൂ ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലെ ഡ്രിങ്ക്സ് എടുക്കാൻ നോക്കുന്ന ടൈം ആരോ ഒരാൾ അവളെ കൈക്ക് പിടിക്കുന്നുണ്ട്. അവർക്ക് നോക്കുമ്പോൾ ആരായിരിക്കും, നമ്മളെ കോയിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ ഒരു പെട്ടി നിറച്ച് സാധനം എടുത്തിട്ടാണെങ്കിൽ പറയും, നിനക്ക് ഈ ഒരു ജ്യൂസ് ഇഷ്ടമാണോ, ഇത് മൊത്തം നീ എടുത്തോന്നു പറയുന്നുണ്ടാവും ഒഴിക്കുക. പക്ഷെ അവളാണെങ്കിൽ ഇവന്റെ ഫ്ലേട്ടിങ്ങിൽ ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ അവനിങ്ങനെ CV അയച്ച കാര്യം പറയുന്നുണ്ടാവും. അതേ ടൈം അവളാണെങ്കിൽ പറയൂ, നീ ഇങ്ങനെ CV അയച്ചിനാ, ആ CV നിന്റെതാണല്ലേ, നീ ഇങ്ങനെ പാസ്സായിന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നടന്നിട്ട് പോകുന്നുണ്ടാവും. അതേ ടൈം ചെക്കനാണെങ്കിൽ സൊള്ളിൽ പറയും, പിന്നെ ഞാൻ ഇങ്ങനെ പാസ്സാവാണ്ട് നിൽക്കുക, എന്നെ പോലത്തെ ഒരു സുന്ദരൻ എങ്ങനെ പാസ്സാവാണ്ട് നിൽക്കാന്ന് അവനെ തന്നെ പൊന്തിക്കുന്നുണ്ടാവും. ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെങ്കിലും റെസ്റ്റോറന്റിൽ നിന്ന് മുങ്ങാൻ നോക്കുന്നുണ്ടാവും. അതേ ടൈപ്പ് നമ്മളെ ജിയാങ് ആണെങ്കിൽ അവൾ ഇതുപോലെ തൂക്കി പിടിച്ചിട്ടാണെങ്കിൽ പറയും, ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ ഒരു മീറ്റിംഗിൽ നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ മാസത്തെ പകുതി സാലറി വരെ നിനക്ക് കിട്ടൂലെന്ന് പറയുന്നുണ്ടാവും. അവളും ആണെങ്കിൽ വെറുതെ ഒരു മീറ്റിംഗ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു കാര്യം മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. സംഭവം എന്നായിരിക്കും ഇവരെ ടീം ഇങ്ങനെ ബിൽഡ് ചെയ്യേണ്ടിട്ട് തന്നെ ഇവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിനെ കൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതേ ടീം ലിന്നാണെങ്കിൽ പറയും, എനിക്കൊന്നും ട്രിപ്പിന് വരാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ബിസി ആണെന്ന് പറയുന്നുണ്ടാവും. ജിയാങ് ആണെങ്കിൽ പറയും, നമ്മൾ ഡേറ്റ് വരെ തീരുമാനിച്ചിട്ടില്ല, അതിനെയും കാട്ടി മുന്നേ നീ ഇങ്ങനെ ബിസി ആയോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അവക്കാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ എല്ലാവരോടും കമ്പൽസറി ആയിട്ട് വരാൻ പറയുന്നുണ്ടാവും. അതേ ടൈം അവിടത്തേക്ക് ഷൂ വന്നിട്ടാണെങ്കിൽ പറയും, നിങ്ങളെല്ലാം ഇങ്ങനെ ഇവന്റിന് പോകുന്ന ഞാനും നിങ്ങളെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും. എവിടത്തേക്കാണെന്നല്ലേ അവള് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ജിയാങ്ങും നമ്മളെ പെണ്ണും ആരും അവളെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. എല്ലാരും അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവും. ഷൂ ആണെങ്കിൽ ജിയാങ്ങിനെ വെറുതെ വിടുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ നമ്മളെ ജിയാങ്ങിന്റെ പിന്നാലെ തന്നെ പോയിട്ട് നിങ്ങൾ എവിടെയാ പോകുന്നത് ഇങ്ങനെ ചോദിച്ചോട് നിൽക്കും. ജിയാങ് ആണെങ്കിൽ പറയാ, അവളിപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറന്റിലെ ആ ഒരു റെസ്റ്റോറന്റിലത്തെ ഹെഡ് ഷെഫ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങളെ റിസൈൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ അത് മൈൻഡ് ആക്കുന്നുണ്ടാവില്ല, അവളെ കൊണ്ട് പറ്റൂല എന്ന് എന്നെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും, ആ ഒരു മോട്ടോർ ബൈക്ക് ഓടിക്കുന്നില്ലേ അതും കൂടി നീ നിർത്തിക്കോന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ ഷൂ ആണെങ്കിൽ നേരെ മോട്ടോർ ബൈക്കിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും, എന്റെ ബ്രദറിന് നിന്നെ ഇഷ്ടമല്ല തോന്നുന്നു പറഞ്ഞിട്ട് അതിന് 2 അടിയും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ കുയും നമ്മളെ ലിന്നും ആണെങ്കിൽ അവരേതായിട്ടുള്ള പണിയെടുക്കുന്നതായിരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ ജിയാങ്ങിനെ കുറ്റം പറഞ്ഞോട് നിൽക്കുന്നതായിരിക്കും. അതേ ടൈം കൂയി ആണെങ്കിൽ ഫുള്ള് കുഷിയിലായിരിക്കും. സംഭവം എന്നായിരിക്കും, നമ്മളെ പെണ്ണിന്റെ കൈ ഇന്ന് തൊട്ടില്ലേ അതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും. അവനാണെങ്കിൽ പറയും, എടി അവളിങ്ങനെ മോട്ടോർ സൈക്കിളിൽ ഓടിക്കുമെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ലിന്നാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് ജിയാങ്ങിനെ കൊണ്ട് കുറ്റം പറയും. അതുപോലെ തന്നെ നമ്മളെ കുയി ആണെങ്കിൽ ലിന്നിനെ മൈൻഡ് ആക്കാണ്ട് നമ്മളെ ഷൂ പെണ്ണില്ലേ അവളെ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചോട് നിൽക്കുന്നുണ്ടാവും. രണ്ടാളും രണ്ട്
രണ്ടാളതായിട്ടുള്ള ലോകത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ജിയാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് എനിക്കിങ്ങനെ തീരെ കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇവന്റിലേക്ക് വരാൻ പറ്റൂല എന്ന്. അവൾ ആ ഒരു മെസ്സേജ് അയച്ചിട്ട് തിരിയുന്ന ടൈം ആയിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇവളെ കൂട്ടണ്ടിട്ട് ബസ്സും എടുത്തിട്ട് ഇവളെ വീട്ടിന്റെ താഴെ തന്നെ വന്നു നിന്നിട്ടുണ്ടാവും. എനിക്ക് ഇനി എന്തടവ് എടുത്തിട്ടും ഒരു കാര്യമില്ലാന്ന് അറിയുന്നത് കൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ പോയിട്ട് ഒരു ബസ്സിൽ കയറുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ ഷൂ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവരെവിടെയാ പോകുന്നതെന്ന് അറിയേണ്ടിട്ട് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, അത് നമ്മളെ കോയി ആയിരിക്കും. അപ്പൊ അവളാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്നലെ അവള് പോയ ഒരു സ്റ്റോറിൽ പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ കോയി ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അവനാണെങ്കിൽ പല്ലിന് എന്തോ പറ്റിയിട്ട് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടായിരിക്കും ഉണ്ടാവുക. അതേ ടൈം ഡോക്ടർ ആണെങ്കിൽ അവന്റെ പല്ല് നോക്കുന്ന ടൈം അവനൊരു 100 ചോദ്യം ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ഡോക്ടർക്കാണെങ്കിൽ ഇവനോട് മറുപടിയും പറയണോ, ഇവന്റെ പല്ലും നോക്കണം. ഇവനാണെങ്കിൽ വായ് പൂട്ടി നിൽക്കുന്നേ ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, വേദനിക്കൂല, നീ ഒരു കുപ്പി പിടിച്ചാൽ മതി. പക്ഷെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ ഇവന്റെ പല്ല് നോക്കുന്ന അതേ ടൈം ആ ഒരു കുപ്പിയാണെങ്കിൽ നിലത്ത് വീഴുന്നുണ്ടാവുമായിരിക്കും. ഇവന് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേ ടൈം ആയിരിക്കും ലീന്റെ കാര്യം മാറിയിട്ട് ഷൂ അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ എന്തെയും ഷൂവിന്റെ കൈ പിടിച്ചിട്ടാണെങ്കിൽ അമർത്തുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയുന്നുണ്ട്, എടാ കുരിപ്പേ വിടടാ എന്ന്. പക്ഷെങ്കിൽ ആര് വിട, വേദന സഹിക്കുമ്പോ എന്ത് ഷൂ വന്നിന്, എന്ത് ക്രഷ് വന്നിന്. നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിന്റെ കൈയൊക്കെ കെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളെ ഉദ്ദേശം എന്താണെന്ന് നമ്മളെ ലീ എവിടെയാ പോയെന്ന് അറിയണം. അപ്പൊ അവളാണെങ്കിൽ നമ്മളെ കുയിനെ ഫ്ലേർട്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ കുയിക്കാണെങ്കിൽ പല്ല് ശരിയാക്കിയത് കൊണ്ട് തന്നെ വായി തുറന്നിട്ട് സംസാരിക്കാൻ പറ്റൂല. അതേ ടൈം അവളാണെങ്കിൽ അവളെ ഫോൺ കൊടുത്തിട്ടാണെങ്കിൽ പറയും, നിനക്ക് അറിയുന്ന അഡ്രസ്സിൽ അത് ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി എന്ന് പറയും. നമ്മളെ ഷൂ ആളൊരു ക്രാക്ക് പെണ്ണാണ്. ജിയാങ്ങും ടീമും ആണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്കായിരിക്കും ട്രിപ്പിന് പോയിട്ടുണ്ടാവും. അപ്പൊ അവരവിടെ എത്തുന്ന ടൈം അവിടെയുള്ള ആളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 ആൾക്കാർ മുന്നേ ഇവിടെ എത്തിയെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ മാനേജർ ആണെങ്കിൽ പറയും, എന്ത്, നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആകെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ടൈം ആയിരിക്കും 2 കുരുട്ടങ്ങളാണെങ്കിൽ ഡോറ് തുറന്നിട്ട് വരുന്നുണ്ടാവും. ആരല്ലാന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു ബെഞ്ചിലാണെങ്കിൽ ഇത്രക്കാരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ടും അവരാണെങ്കിൽ നമ്മളെ ജിയാങ്ങിന്റെയും കുയിന്റെയും ഷൂന്റെയും ലിനിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അയാളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, എന്നിട്ടും ഇവർ ഇരിക്കുന്നുണ്ടാവില്ല. അതെന്നാമോ ഇരിക്കാത്തത്, ഇവർക്ക് ഒരു കുഴപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവരെല്ലാരും ഇവിടെ ഇരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാമ ഗെയിമില്ലേ, അങ്ങനത്തെ ഒരു ഗെയിം കളി കണ്ടിട്ടായിരിക്കും. അപ്പൊ അവിടെയുള്ള അയാളാണെങ്കിൽ പറയും, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്യണം എന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ജിയാങ് ആണെങ്കിൽ വിഷ് ചെയ്യാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവരുടെ വായ് പൊത്തിപ്പിടിക്കുന്നുണ്ടാവുമായിരിക്കും. സംഭവം എന്നായിരിക്കും, ഇവൻ ആരെ ബർത്ത്ഡേ വിഷ് ചെയ്താലും അവരെല്ലാം ജയിലിലേക്ക് പോകുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനോട് വിഷ് ചെയ്യേണ്ട അതെന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇതേ ടൈം അയാളാണെങ്കിൽ ഈ ഒരു ഗെയിമിനെ കൊണ്ട് പറയും, അതായത് ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ കൊടുക്കും. അവരാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ എന്നാന്നുള്ളത് അതിങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക, ഒരു ഡ്രാമ പോലെ. അതേ ടൈം അയാളാണെങ്കിൽ പറയും, ഒരു കപ്പിളിനുള്ള ചാൻസ് ഉണ്ട്, അത് ആരെ ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ കുയും ഷൂവും കൈപൊന്തിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഷൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പേപ്പർ ഇങ്ങനെ വാങ്ങിയിട്ട് കുയിക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ടീം അവളാണെങ്കിൽ എന്ത് ചെയ്യും, പെണ്ണിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അവൾ കൊടുക്കും, ചെക്കൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ നേരെ നമ്മളെ ജിയാങ്ങിനും കൊടുക്കും. ജിയാങ്ങിനാണെങ്കിൽ അതിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ കുയിക്കും ആണെങ്കിൽ ജിയാങ്ങിന് കൊടുത്തത് കൊണ്ട് ഒരു സങ്കടം ഉണ്ടാവുമായിരിക്കും. അതാണെങ്കിൽ നമ്മളെ ലിന്നും കുയി ആണെങ്കിൽ ഇതുപോലെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും അയാളാണെങ്കിൽ പറയുന്നുണ്ടാവുക, ഒരു മ്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അതായിരിക്കാം വേണ്ടതെന്ന് ചോദിക്കുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുക്കുന്നുണ്ടാവുമായിരിക്കും. കുയിക്ക് ഇപ്പൊ ഹാപ്പി ആകുന്നുണ്ടാവുമായിരിക്കും. കാരണം ജിയാങ്ങിനെ കിട്ടിയ പണ്ടത്തെ ഒരു കപ്പിലത്തെ ചെക്കൻ്റെ ക്യാരക്ടർ ഇപ്പൊ കുയിക്ക് എടുക്കാലോ, അതായിരിക്കും അവന്റെ മൈൻഡിൽ ഉണ്ടാവുക. എന്നിട്ട് അയാളാണെങ്കിൽ അവിടുന്ന് പോകുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും, ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ രാത്രിയല്ലേ, അപ്പൊ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയിക്കൊന്നെന്ന് പറയുക. അതേ ടൈം ആയിരിക്കും ഷൂ ആണെങ്കിൽ എണീച്ച് നിന്നിട്ട് പറയുന്നുണ്ടാവുക, ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്, പക്ഷെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പൊ ഒരു ഗെയിം കളിച്ചാലോ എന്നൊന്ന് ചോദിക്കും. എന്ത് ഗെയിം ആമോ, ആരെങ്കിലും അവസാനം ജീവനോടെ ഉണ്ടാവോ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ. കാരണം ആരാണ് ഗെയിം പ്ലാൻ ചെയ്യുന്നത്, ഈ ഒരു ഷൂ അല്ലേ. ഷൂ ഭയങ്കര ക്രേസി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാന്ന് അറിയേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.